ജീവിതത്തിൽ നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന മനുഷ്യനുണ്ടാവും നിങ്ങളുടെയൊക്കെ നിത്യജീവിതത്തിൽ. പക്ഷെ അവരോടൊക്കെ പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആനന്ദത്തിന് സമയം എവിടെ കണ്ടെത്തും? അതാണ് പ്രശ്നം. ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ആരോടെങ്കിലും ശത്രുതയുണ്ടോ? ആരോടും ശത്രുതയില്ല. കാരണം എന്താ? നിങ്ങൾ അവരോട് ശത്രുത വെച്ച് പുലർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആനന്ദത്തിനുള്ള സമയം നിങ്ങൾക്ക് നഷ്ടമാവും. എന്റെ ഇഷ്ടം നമുക്ക് സമയം വേറെ പലതും കാര്യങ്ങളും ചെയ്യാമല്ലോ. എന്തിനാണ് ഇങ്ങനെ ശത്രുത പുലർത്തി പ്രതികാരം ചെയ്യാൻ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്? നല്ല കാഴ്ച കാണാം, നല്ല യാത്ര ചെയ്യാം, നല്ല രുചി, നല്ല സൗഹൃദങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള സമയത്തെ നിങ്ങൾ നിങ്ങളുടെ ശത്രുവിന് വേണ്ടി കൊടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. നിങ്ങൾ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്ന നിമിഷം നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മനസ്സിൽ വിജയം നേടിക്കഴിഞ്ഞു. മാത്രവുമല്ല, നിങ്ങൾ ശത്രുവിന് സമയം കൊടുക്കാൻ തുടങ്ങി എന്നാണ് അർത്ഥം. ശക്തിയുടെയും ധൈര്യത്തിന്റെയും ഒക്കെ അടയാളമാണ് ക്ഷമ. പ്രതികാരം ചെയ്യാൻ വേണ്ടതിനേക്കാൾ കൂടുതൽ മനക്കരുത്തും വിശാല ഹൃദയവും ക്ഷമിക്കാൻ വേണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തായാത്ര ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ക്ഷമയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്